ഖamenei തിരഞ്ഞെടുക്കപ്പെട്ടത് മുതൽ വലിയ രീതിയിലുള്ള സുരക്ഷയാണ് ഇറാൻ അദ്ദേഹത്തിന് ഒരുക്കിയിരിക്കുന്നത്. ആയത്തുള്ള അലി ഖameneiയുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ ഒരു വിധത്തിലുള്ള സെക്യൂരിറ്റി ത്രെറ്റും സംഭവിക്കാൻ പാടില്ല എന്ന കരുതലിലാണ് ഇപ്പോൾ ഇറാൻ എലൈറ്റ് കമാൻഡോ വിഭാഗമായ നോപ്പോ ആണ് അദ്ദേഹത്തിൻ്റെ സുരക്ഷ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇറാൻ സേനയിലെ ഏറ്റവും വലിയ പരിശീലനം സിദ്ധിച്ച വിഭാഗമാണ് നോപ്പോ. അവരാണിപ്പോൾ അദ്ദേഹത്തിൻ്റെ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും എല്ലാ ചാരക്കണ്ണുകളെയും വെട്ടിച്ചുകൊണ്ടുള്ള സുരക്ഷയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെടുകയോ പരസ്യ പ്രസ്താവനകൾ ഇറക്കുകയോ ചെയ്തിട്ടില്ല മുജ്തബ ഖamenei എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ മുജ്തബ ഖamenei എവിടെയാണ് എന്ന കാര്യത്തിൽ അമേരിക്കക്കോ ഇസ്രായേലിനോ ധാരണയില്ല. ആയത്തുള്ള അലി ഖamenei കൊല്ലപ്പെട്ട ഇസ്രായേൽ അമേരിക്കൻ സംയുക്ത ആക്രമണത്തിൽ മുജ്തബ ഖameneiയുടെ കാലിന് പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹം ഒരു സ്വകാര്യ സ്ഥലത്ത് ചികിത്സയിലാണെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ടൈംസിൻ്റെ ഈ റിപ്പോർട്ട് നിഷേധിച്ചിരിക്കുകയാണ് ഇറാൻ പ്രസിഡന്റിൻ്റെ മകൻ യൂസുഫ് പെസഷ്കിയാൻ ഈ വാർത്ത നിഷേധിച്ചു. മുജ്തബ പൂർണ്ണ ആരോഗ്യവാനാണെന്ന് അദ്ദേഹം ടെലഗ്രാമിലൂടെ അറിയിക്കുകയുണ്ടായി. സുപ്രീം ലീഡറായി തെരഞ്ഞെടുക്കപ്പെട്ട മുജ്തബക്ക് പിന്തുണയുമായി ഉത്തര കൊറിയ രംഗത്ത് വരികയുണ്ടായി. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഇറാൻ്റെ സുപ്രീം ലീഡർ മുജ്തബ ഖameneiക്ക് പരിപൂർണ പിന്തുണയാണ് ഉത്തര കൊറിയ അറിയിച്ചിരിക്കുന്നത്. മേഖലയിൽ സമാധാനം തകർക്കുന്നത് അമേരിക്കയും ഇസ്രായേലുമാണെന്ന് ഉത്തര കൊറിയ വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തുകയുണ്ടായി. ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സംവിധാനത്തെയും പ്രാദേശിക അഖണ്ഡതയെയും തകർക്കുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ ലോകം ഒറ്റക്കെട്ടായി പ്രതികരിക്കണമെന്നാണ് ഉത്തര കൊറിയ ആവശ്യപ്പെടുന്നത്.